നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്ന സംഭവമൊക്കെ ഇതിനകം തന്നെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് വന്നത്. ഒരു കേസ് കുറേ കാലമായിട്ടുണ്ട്, നമുക്കറിയാം. അവിടെ റെയ്ഡ് നടക്കുന്നു. തുടർന്ന് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ, ഗോത്രവർഗ കമ്മികൾ, അവർ EDയുടെ സംഘത്തിനെ ഉപദ്രവിക്കുന്നു, അവരുടെ കാറുകളൊക്കെ തല്ലിപ്പൊളിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ഇതിനകം തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ച് കാണണം, അല്ലെങ്കിൽ ഒരുപക്ഷെ ശ്രദ്ധിക്കാൻ വിട്ടുപോയതാവാം. അവിടെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ബിനീഷ് കോടിയേരി ഇവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കൂട്ടത്തിലുള്ള ആളുകൾ മുന്നോട്ടായുമ്പോൾ അരുത്, മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് തടയുന്ന ഒരു ദൃശ്യമുണ്ടായിരുന്നു. ചില മാധ്യമങ്ങൾ അത് കാണിക്കുകയൊക്കെ ഉണ്ടായി. അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ തട്ടി മാറ്റുകയൊക്കെയാണ് ചെയ്യുന്നത്. ഈ ബിനീഷ് കോടിയേരി ഏതാണ്ട് ഒരു വർഷത്തോളം ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് കഴിഞ്ഞ ആളാണ്. ഇയാൾക്കെതിരെ ED കേസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജയിലിലേക്ക് കഴിഞ്ഞപ്പോൾ ജാമ്യത്തിലിറങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് ഈ ബിനീഷ് കോടിയേരി എന്ന വ്യക്തി. EDയായിട്ട് പരിചയം, അതായത് കേസ് സംബന്ധിയായിട്ടുള്ള ചില പരിചയം മറ്റുമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അവരുടെ രീതിയൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കാം, അവരുടെ കേസിൻ്റെ രീതികളും അവരുടെ ശിക്ഷാ നടപടിയൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കാം അയാൾ ഒരുപക്ഷെ ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നത്, ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും ഇയാൾ എന്തോ നല്ല കാര്യമാണ് ചെയ്യുന്നത്, ED ആക്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ കൂട്ടത്തിലുള്ളവരെ മാറ്റി നിർത്തുന്നു. ഇനി ഞാൻ മറ്റൊരു ദൃശ്യം നിങ്ങളെ കാണിക്കാം. ഈ ദൃശ്യത്തിൽ കണ്ടോ, ഇതിൽ ഒരു കിറ്റ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതിനകത്ത് ചീമുട്ടയാണ്. ചീമുട്ടയോ അല്ലെങ്കിൽ മുട്ടയായിരിക്കണം. നല്ല മുട്ടയാവാം, ചിലപ്പോൾ ചീമുട്ടയായിരിക്കാം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സാധാരണ ചീഞ്ഞ മുട്ടയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് EDയുടെ കാറിന് എറിയുകയാണ്. 2-3 പോലീസുകാർ അവിടെ നിൽപ്പുണ്ട്, നിസ്സഹായരാണ്. അവരെ കൊണ്ടൊന്നും പറ്റില്ല. ഒരുപക്ഷെ PSC വളഞ്ഞ വഴിയിലൂടെയൊക്കെ എഴുതി പോലീസായ ആളായിരിക്കാം, കമ്മ്യൂണിസ്റ്റുകളുടെ ദയാദാക്ഷിണ്യം കൊണ്ട് പോലീസായ ആളായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കുനിഞ്ഞു നിൽക്കേണ്ടി വരുന്നത്. ശരി, അതല്ല വിഷയം. ഈ എറിയുന്ന ആളുടെ പേരാണ് IP ബിനു. കുന്നുകുഴി വാർഡിലെ കൗൺസിലറായിരുന്നു നേരത്തെ, ഇപ്പോഴല്ല. ഈ അവസാനം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇയാൾ തോറ്റു. ഈ കുന്നുകുഴി വാർഡ് എന്നത് AK സെൻറ്ററിൽ ഇരിക്കുന്ന വാർഡാണ്. ഇനി എന്താണ് ഇയാളെ ഞാൻ കാണിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാൾ ഈ ഞാൻ നേരത്തെ കാണിച്ച ബിനീഷ് കോടിയേരിയുടെ ഉറ്റ സുഹൃത്താണ്. കട്ട ചങ്കാണ്. അതായത് ഈ ബിനീഷ് കോടിയേരിക്ക് ഡിങ്കിരി എന്നൊരു പേര് കൂടി ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് ഇയാൾ വഴിയാണ്. ബിനീഷിനെതിരെ ഈ ED കേസും റെയ്ഡുമൊക്കെ വന്ന സമയത്ത് ഇവർ തമ്മിലുള്ള അടുപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇയാൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഈ IP ബിനു. അന്നാണ് ഈ ബിനീഷിന് ഡിങ്കിരി എന്നൊരു പേര് കൂടി ഉണ്ടെന്ന് ജനങ്ങൾ അറിയുന്നത്. ഇയാളെ ഡിങ്കിരി എന്നാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ അത്ര അടുപ്പമാണ്. IP ബിനുവിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ്റെ മകളോ ഒന്നുമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അടുപ്പക്കാരായിട്ടുള്ള ആൾ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ കോടിയേരി ബാലകൃഷ്ണനും കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്കാണ്. അതായത് അവരായിരുന്നു ഒരു ഗ്യാങ്, കട്ടച്ചങ്ക്. അപ്പോൾ ഒരു സൈഡിൽ ED സംഘത്തിനെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കമ്മികളെ തടയുന്ന ബിനീഷ് കോടിയേരിയെ ആണ് നമ്മൾ കണ്ടതെങ്കിൽ, മറു സൈഡിൽ കണ്ടത് ബിനീഷിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള IP ബിനു എന്ന് പറഞ്ഞ മുൻ കൗൺസിലർ ഈ ED സംഘത്തിനെ എറിയാൻ വേണ്ടി തന്നെ കരുതിക്കൂട്ടി മുട്ടയൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാഴ്ച അയാൾ എറിയുന്നുമുണ്ട്. ഇത് രണ്ടിൽ ഏതെങ്കിലും തരത്തിൽ പൊരുത്തപ്പെടുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്ന് കൃത്യമായി മുൻപേ തന്നെ ആരോ തിരക്കഥ എഴുതി വെച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പിണറായി വിജയൻ്റെ മകളും ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. അതായിരിക്കണം ആ തിരക്കഥയുടെ ലക്ഷ്യം. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. എങ്ങനെയാണ് ഇപ്പോൾ ഈ കേസ് ഇത്രയേറെ ഗൗരവമായി തീർന്നത്? തീർച്ചയായിട്ടും BJPയുടെ നേതാവായിരിക്കുന്ന ഷോൺ ജോർജ് BJPയിലേക്ക് ഔദ്യോഗികമായിട്ട് ചേരുന്നതിന് മുമ്പ് തന്നെ അയാൾ ഈ കേസിൽ ഇടപെട്ട് അയാളാണ് ആദ്യമായിട്ട് നമ്മൾ SFIO എന്നൊക്കെയുള്ള ഒരു അന്വേഷണ ഏജൻസി ഈ രാജ്യത്തുണ്ടെന്ന് തന്നെ കേൾക്കാൻ കാരണം ഈ ഷോൺ ജോർജാണ്. ഷോൺ ജോർജിൻ്റെ പരാതിയിലാണ് ഈ SFIO എന്ന അന്വേഷണ ഏജൻസിയൊക്കെ വരികയും കേസ് ഇത്രയും ഗുരുതരമാവുകയും ചെയ്തത്. അപ്പോൾ ഈ ഷോൺ ജോർജ് ഇപ്പോൾ നിലവിൽ BJPയുടെ നേതാവാണ്. പക്ഷേ ഷോൺ ജോർജിനെ അസോസിയേറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷോൺ ജോർജ് LLB ഒക്കെ എടുത്ത വക്കീലാണ്. അതേപോലെ തന്നെ LLB എടുത്തിട്ടുള്ള ആളാണ് ഈ ബിനീഷ് കോടിയേരി. ഇവരെ സംബന്ധിച്ചിടത്തോളം LLB കിട്ടാൻ വലിയ പ്രയാസമൊന്നുമല്ല. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ആര്? ഇപ്പോൾ BJP നേതാവായിരിക്കുന്ന ഷോൺ ജോർജും പഴയ CPM സെക്രട്ടറിയുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനായിരിക്കുന്ന ബിനീഷ് കോടിയേരി. ഈ ബിനീഷ് കോടിയേരി പലതവണ അതിനുശേഷം CPM അംഗത്വം പുതുക്കാൻ വേണ്ടി അപേക്ഷിച്ചിരുന്നു. പക്ഷേ അവർ അംഗത്വം കൊടുത്തിട്ടില്ല എന്നാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അയാൾ ആരുടെ കൂടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോൺ ജോർജിൻ്റെ കൂടെയാണ്. ഇതേ ഷോൺ ജോർജ് തന്നെയാണ് വീണ തൈക്കണ്ടി എന്ന പിണറായി വിജയൻ്റെ മകളുടെ കേസ് ഇത്രയേറെ ഗൗരവമാക്കിയത്. എന്തെങ്കിലും കൺഷൻ തോന്നുന്നുണ്ടോ? ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. കഴിഞ്ഞ ദിവസം ഈ കേരളത്തിലെ സകലമാന ഗോത്ര കമ്മികളും വീണ വിജയനും അല്ലെങ്കിൽ ഈ പിണറായി വിജയനെതിരെയുള്ള EDയെ അവരെ കൊണ്ടാവുന്ന തരത്തിൽ തച്ചിനിരുന്ന് പോസ്റ്റ് ഇട്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. EDക്കും
വി.ഡി. സതീശനും മോദിക്കുമൊക്കെ എതിരെയായിട്ട്. പക്ഷേ അതേസമയം ഈ ബിനീഷ് കോടിയേരി എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിനീഷ് കോടിയേരി IPL കണ്ടിട്ട് അതിലെ കാര്യങ്ങൾ പോസ്റ്റായിട്ട് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട്? ഇനി മറ്റൊരു രഹസ്യം കൂടെ ഞാൻ പറയാം. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഒരിക്കലെങ്കിലും ദേശീയ അന്വേഷണ ഏജൻസികളുടെ പിടിയിലകപ്പെട്ട ആളുകൾ ഒരുപക്ഷെ അവർക്ക് ശിക്ഷയൊക്കെ കിട്ടി പുറത്തേക്ക് വരുമ്പോൾ ചിലർ അവരെ വലിയ പകയോടെ തന്നെയായിരിക്കും ജീവിതാവസാനം വരെ കാണുന്നത്. പക്ഷേ അതിൽ ചിലരെങ്കിലും പിന്നീട് ജീവിക്കുന്നത് അവരുടെയൊക്കെ ഇൻഫോർമർമാരായിട്ടാണ് എന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ എന്ന് എനിക്ക് അറിയില്ല. ഈ റെയ്ഡും തുടർന്നുള്ള അയാളുടെ പ്രകടനവും അയാളുടെ സുഹൃത്തിൻ്റെ പ്രകടനവും അതിനുശേഷം അയാളുടെ സോഷ്യൽ മീഡിയയിലെ പ്രകടനമൊക്കെ കാണുമ്പോൾ സംതിങ് ഫിഷി.